ഒരു മലയാളിക്ക് കുറച്ച് ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ അതിൽ ഒരു എളുപ്പം കുറച്ച് കാശ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബിസിനസ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. അത് അത്തരത്തില്ല. കാരണം ഇത്ര ഒരു ലാഭം വളരെ പെട്ടെന്ന് കിട്ടുന്ന മറ്റൊരു ബിസിനസ് ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പല പ്രവാസി മലയാളികളും സാധാരണക്കാരായിട്ടുള്ളവരുമൊക്കെ അവരുടെ അധ്വാനത്തിൽ മുടക്കിയ പൈസ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ തൊഴുത്തിലായി പോയിട്ടുള്ള നിർമ്മാതാക്കളെയൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ ചില നിർമ്മാതാക്കളോട് ഒരു അവഗണന ഈ ഇൻഡസ്ട്രി പലപ്പോഴും കാണിക്കുന്നത്, അത് പ്രമുഖ നിർമ്മാതാക്കളോടല്ല, ഇത്തരത്തിൽ പുറത്തു നിന്ന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഞ്ഞുമൽ ബോയ്സിലെ സിറാജ് എന്ന ഒരു നിർമ്മാതാവ് അവരിലൊരു സഹനിർമ്മാതാവായിരുന്നു. അദ്ദേഹം നേരിട്ട ഒരു അനീതി ഈ ഇടയ്ക്ക് വന്നിരുന്നു. സൗബിനും കൂട്ടരും ലാഭം നൽകിയില്ല എന്നുള്ള പരാതികൾ. അതിന് ഒടുവിലായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനും എതിരെയാണ്. ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമുണ്ടായിരുന്നു. അതിൻ്റെ 2ാം ഭാഗം ഷൂട്ട് ചെയ്യാനായിട്ട് അവർ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള PS ഷംനാസിൽ നിന്ന് ഒരു തുക വാങ്ങിക്കുകയും ഏതാണ്ട് 1 കോടിയോളം രൂപ എന്നാണ് 1.9 കോടിയോളം രൂപ വാങ്ങിക്കുകയും അതിനുശേഷം ഈ സംവിധായകനും നടനും തമ്മിലുണ്ടായ ചില തർക്കങ്ങൾ കാരണം അത് നിന്നുപോയി. അപ്പോൾ ഇവരത് മറ്റൊരു കമ്പനിക്ക്, അതൊരു ദുബായ് ബേസ്ഡ് കമ്പനിയാണെന്ന് പറയുന്നു, ആ ഒരു ഹോം സ്ക്രീൻ മോഷൻ പിക്ചേഴ്സ്, അത്തരത്തിലൊരു കമ്പനിക്ക് ഇത് മറച്ചു വെക്കുകയാണ് ഇതിൻ്റെ റൈറ്റ്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.